Good morning, my dear students. We have discussed about crystals of inert gases and also crystal binding. In that case, we have seen that there are mainly three types of interaction present in the case of a solid or a crystal, that is known as intermolecular forces between the two atoms or molecule, that is dipole interaction, then hydrogen bond, then another one is van der Waals interactions. Okay, അപ്പോൾ ഈ വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷനാണ് മെയിനായിട്ട് ഇന്നേർട്ട് ഗ്യാസിലുള്ള എന്തെന്ന് പറയുന്നത് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വാൻ ഡെർ വാൾസ് ബോണ്ട് എന്താണെന്ന് നമ്മൾ കണ്ടിട്ട് അതിൻ്റെ ബൈൻഡിങ് എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ആസ് വി ഓൾറെഡി നോ ദാറ്റ് വാട്ട് ഈസ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഓർ വാൻ ഡെർ വാൾസ് ബോണ്ട്സ്. ഇറ്റ് ഈസ് എ വെരി വീക്ക് ബോണ്ട് കമ്പയർഡ് ടു അതർ ബോണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ സെക്കൻഡറി ബോണ്ട്. What are the primary bonds of the solids? That is covalent bond, metallic bond, ionic bond. Then two secondary bonds, that is van der Waals bond and hydrogen bond. Okay, അപ്പോൾ ഈ നമ്മുടെ ഈ വാൻ ഡെർ വാൾസ് ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ വീക്ക് ബോണ്ടാണ്. എന്താണ് വീക്ക് ബോണ്ടെന്ന് മീൻ ചെയ്യുന്നത്? ഇതിനകത്ത് നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള വാൻ ഡെർ വാൾസ് ബോണ്ട്സുകൾ പ്രസൻ്റ് ആണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് വാൻ ഡെർ വാൾസ് ബോണ്ട് പ്രസൻ്റ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ദർ ആർ ഡൈപോൾ ഇൻട്രാക്ഷൻസ് ഓർ നോൺ പോളാർ ഇൻട്രാക്ഷൻ, പോളാർ നോൺ പോളാർ, ദെൻ ഡൈപോൾ വിത്ത് പോളാർ. അങ്ങനെ നമുക്ക് different types of van der Waals forces, van der Waals interactions പോസിബിൾ ആണ്. നമുക്ക് മെയിനായിട്ടൊരു ക്രിസ്റ്റലിനകത്ത് ബിഹേവ് ചെയ്യുന്ന van der Waals ഫോഴ്സ്, നമ്മൾ ഇനേർട്ട് ഗ്യാസിലുള്ള van der Waals ഫോഴ്സസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷനാണ്. ദാറ്റ് ഈസ് നോൺ ആസ് van der Waals ഫോഴ്സസ്. ആൻഡ് this type of interaction is mainly discovered by London. It is a German, he is a German scientist, and that is so it is also known as London forces, dispersion forces or London forces. അപ്പോൾ ഏത് ടൈപ്പ്, ഇതിനകത്ത് പല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് പോസിബിളാണെന്ന് ഞാൻ പറഞ്ഞു. പോളാർ, നോൺ പോളാർ. ഇപ്പോൾ H2O ഒരു നോൺ പോളാറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നോൺ പോളാറിനെ നമ്മൾ എങ്ങനെയാക്കി മാറ്റുന്നു? പോളാറാക്കി മാറ്റിയിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിനോമിനയും കൂടെ നടത്താൻ പറ്റും, ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻസും കൂടെ പോസിബിൾ ആണെന്ന് കണ്ടെത്തിയതാണ് ആര്? ലണ്ടൻ. സോ ദിസ് ടൈപ്പ് ഓഫ് ലണ്ടൻ, അപ്പോൾ നമുക്ക് ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് നമ്മളെന്ത് പറയാൻ പറ്റും? ലണ്ടൻ ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. അതായത് വാൻ ഡെർ വാൾസ് ഫോഴ്സ് പല ടൈപ്പ് ഉണ്ട്, അതിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ഇൻട്രാക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്, കൂടുതലായിട്ടും കാണുന്നത് ഇനേർട്ട് ഗ്യാസിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ലണ്ടൻ ഇക്വേഷൻസ് ഓർ ലണ്ടൻ ഇൻട്രാക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇൻട്രഡക്ഷനായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നായിരുന്നു. ഇനി എന്തൊക്കെയാണ് ഇതിനകത്തത്തെ മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? This type of bonding exists in atoms or molecules which have their outermost shell completely filled. നമ്മൾ കണ്ടു, ഇപ്പോൾ ഇനേർട്ട് ഗ്യാസിൻ്റെ കാര്യം എടുത്താൽ അല്ലേ, ഏതൊക്കെയാണ് ഹിലനിയോൺ, എല്ലാ ആർഗണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്താണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതിന് there is no tendency to gain or lose or share the electrons with other atom or molecule in the solid. നമുക്കറിയാം അതിന് മറ്റു മോളിക്യൂളുമായിട്ട് ഇൻട്രാക്ഷൻസ് there is no interaction tendency to gain or loss or share the electrons. അതായത് ഈ ഒരു സ്ട്രോങ് ഇൻട്രാക്ഷൻസിന് അതിന് ഒട്ടും ഉള്ള ഒരു താല്പര്യമില്ല. The crystals resulting from this type of bonding is called molecular crystal. The example of such solids are crystalline states of inert gas
such as helium, neon, argon and other gases like O2, Cl2, CO2, CH4, etc. This type of bonding arises due to dipolar interaction between the atoms of molecules of the crystals. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിനകത്ത് ഈ ഒരു ടൈപ്പ് ഇനേർട്ട് ഗ്യാസിനകത്തും സം അതർ ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, ക്ലോറിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, CH4 ഏത് ഈ ഡൈപോൾ ഇൻട്രാക്ഷൻസ്, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. The electrons of the adjacent atoms in the molecule tends to repel each other and thus produce a momentary polarization in the molecule by disturbing the symmetry of the electronic distribution. ഇനി എങ്ങനെയാണ് ഇത് നടക്കുന്നത് നമുക്ക് നോക്കാം. The electron of the adjacent atoms in the molecule, നമ്മളൊരു ഫിഗറിനകത്ത്, ഇപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂളായിരുന്നു നമ്മുടെ കയ്യിലിരുന്നത്. നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂള്, ഫോർ എക്സാമ്പിൾ H2O, അതിനകത്ത് എന്താണ് വാട്ടർ ഒരു നോൺ പോളാർ മോളിക്യൂളാണ്. അപ്പോൾ ഈ നോൺ പോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മുടെ പോസിറ്റീവ് ചാർജിനെ നമ്മൾ അതിനെ ലോക്കലൈസ് ചെയ്തിരിക്കുകയാണ്. അതിന് ചുറ്റും ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ന്യൂട്രൽ ആറ്റം എന്ന് പറയുന്നത്, അല്ലേ? സ്റ്റേബിലിറ്റി ഉള്ള ഒരു ആറ്റത്തിൻ്റെ കേസിലാണ് ഇത് നമ്മൾ കാണുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവും, ഇലക്ട്രോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇലക്ട്രോൺ വൈബ്രേഷൻസ് ഉണ്ട്, പോസിറ്റീവ് ഇങ്ങനെ സെൻട്രൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലേ? ന്യൂക്ലിയസ് ഇങ്ങനെ സെൻട്രലിൽ ഇരുന്ന് ഇലക്ട്രോൺസ് അങ്ങോട്ട് ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ഒരു സാധാരണ ഒരു നോൺ പോളാർ മോളിക്യൂളിൻ്റെ കേസിൽ നടക്കുന്നത്. അപ്പോൾ സംടൈംസ് നമ്മൾ പറയുവാണ് ദിസ് നോൺ പോളാർ മോളിക്യൂൾ, നോൺ പോളാർ സ്റ്റേറ്റ് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എന്ത് ചെയ്യും, ഈ ഒരു ഇലക്ട്രോൺസ് എല്ലാം ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് അങ്ങോട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അത് ഒരു സൈഡിലേക്ക് വന്ന് അത് ഫോക്കസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു നോൺ പോളാർ ആയിട്ടുള്ളത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത്, ഒരു ഇൻസ്റ്റൻറ്റിൽ അത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് മൊമെൻ്ററിലി ഒരു നിമിഷത്തേക്കെന്നാണ് പറയുന്നത്. അതെന്ത് ചെയ്യും, ഒരു ഏരിയയിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്യുവാണ്. ദെൻ ദാറ്റ് ബിക്കം എന്തായിരിക്കും, ഇൻഡ്യൂസ്ഡ് ഓർ ഇൻസ്റ്റൻറ്റേനിയസ് ഡൈപോൾ എന്ന് പറയും. ഇൻസ്റ്റൻറ്റേനിയസ്, ലണ്ടൻ ഞാൻ പറഞ്ഞ ലണ്ടൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടെത്തിയത്. ഈ നോൺ പോളാർ മോളിക്യൂളിന് ഇൻസ്റ്റൻ്റ് ആയിട്ടത് ഒരു മൊമെൻ്ററിലി ആയിട്ട് അത് ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് അൺഫീൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് മാറുവാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴേക്കും ഇതുപോലെ തന്നെ ഒരു നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂള് അതും എന്ത് ചെയ്യും, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ കാണിക്കും ഇത് ഒരു നിമിഷത്തേക്ക്. അപ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും, ആ ഒരു സമയത്ത് അപ്പോഴെന്ത് ചെയ്യും, രണ്ട് നോൺ പോളാർ മോളിക്യൂൾ ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇതൊരു നോൺ പോളാർ മോളിക്യൂൾ ഇവിടെ ഫോം ചെയ്തു. ഈ ഒരു സമയത്ത് വേറെ ഒരു നോൺ പോളാർ ഇൻഡ്യൂസ്ഡ് ഡൈപോള്, അപ്പോൾ അതിനെന്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഷേപ്പ് ചേഞ്ച് ചെയ്യും, അല്ലേ? പോളാറായി ഇൻഡ്യൂസ്ഡ് ഡൈപോളായിട്ട് മാറുമ്പോഴേക്കും അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഇങ്ങോട്ട് മൂവ് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ ഇവിടെ ഒരു ഇൻട്രാക്ഷൻ നടക്കുവാണ്. ഇതൊരു പോളാറ് ആയി മാറി, ആ പോളാറ് നോൺ പോളാറും പോളാറായി മാറി, അതിനെ നമ്മൾ വീണ്ടും വേറൊരു മോളിക്യൂളുമായിട്ട് ഇൻഡ്യൂസ്ഡ് മോളിക്യൂളുമായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ അതും എന്ത് ചെയ്യും, ഒരു മൊമെൻ്ററിലി ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ മാത്രം അതിൻ്റെ നെഗറ്റീവ് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യും. സോ ദീസ് നെഗറ്റീവ് ആൻഡ് ദീസ് പോസിറ്റീവ്, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇത് തമ്മിലൊരു അട്രാക്ഷൻ നടക്കും. ദിസ് ഈസ് നോൺ ആസ് വീക്ക്, അല്ലേ? ദിസ് നോൺ ആസ് ലണ്ടൻ അട്രാക്ഷൻ ഓർ എന്തായിരിക്കും, വാണ്ടർവാൾസ് അട്രാക്ഷൻ, വാണ്ടർവാൾസ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അല്ലാതെ അത് ഡയറക്റ്റായിട്ടൊരു ഇൻട്രാക്ഷൻ അല്ല, ഒരു ഇൻസ്റ്റൻറ്റിൽ മാത്രം നടക്കുന്നുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മോളിക്യൂള് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എപ്പോഴെങ്കിലും എന്തായിരിക്കും, അതെന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് അതിൻ്റെ നെഗറ്റീവ് ഇലക്ട്രോണിനെ കൊണ്ടുപോയി മൂവ് ചെയ്യും, അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുന്നു. ഈ നെഗറ്റീവ് ഇലക്ട്രോണിനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഈ സമയത്ത് വേറൊരു മോളിക്യൂൾ വന്നിട്ട് അതിൻ്റെ
എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്ത് ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്ത് അതിൻ്റെ ആ നെഗറ്റീവ് ചാർജിനെ എല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് ഇൻഡ്യൂസ് ചെയ്ത് അവിടെ ഒരു ഡൈപോൾ ഫോം ചെയ്യുന്നു. അങ്ങനെ ആ ഡൈപോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല ഒരു സൈഡിൽ, നെഗറ്റീവ് അല്ല, ദാറ്റ് ഈസ് നോൺ ആസ് ഡൈപോൾ. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ അവിടെ ഉണ്ടാവുന്നു. ഇതിനാണ് ലണ്ടൻ ഫോഴ്സസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. The electron of the adjacent atoms in a molecule tends to repel each other and thus produce a momentary polarization in the molecule by disturbing the symmetry of the electronic distribution. അതുകൊണ്ടാണ് അതിന് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് സിമെട്രി ഓപ്പറേഷൻസ് അതിനകത്ത് മാറി. A similar type of disturbance in electronic clouds also takes place in inert gas atom which otherwise have a spherically symmetric electronic distribution. Due to the disturbance in the electron cloud of an atom, the center of the positive and negative charge distribution no more coincide, and an electronic dipole with a non-zero dipole moment is generated. This dipole is, however, not a permanent dipole. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഒരു ഡ്യൂ ടു ദ ഡിസ്റ്റർബൻസ് ഇൻ ദ ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ആൻ ആറ്റം ദ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോ മോർ കോയിൻസൈഡ്. അപ്പോൾ എന്തായിരിക്കും, ആൻഡ് ആൻ ഇലക്ട്രോണിക് ഡൈപോൾ വിത്ത് എ നോൺ സീറോ ഡൈപോൾ മൊമെൻറ്റ് ഈസ് ജനറേറ്റ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡൈപോൾ ഉണ്ടായി മാറുവാണ്. ഇങ്ങനെ സെൻറ്റർ ഓഫ് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് അങ്ങനെ ഒരിക്കലും കോയിൻസൈഡ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുവാണ് അല്ലേ. അപ്പം ഇതെന്ത് ചെയ്യുന്ന ഒരു ഡിസ്റ്റർബൻസ് ഇതിനകത്ത് ഇലക്ട്രോൺ ക്ലൗഡിനുണ്ടാകുന്ന ഈ ഡിസ്റ്റർബൻസിൻ്റെ എഫക്റ്റ് കൊണ്ട് അവിടെ എന്തുണ്ടാവും എന്ന് പറഞ്ഞേക്കുന്നത് ഒരു നോൺ സീറോ ഡൈപോൾ മൊമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ദിസ് ഡൈപോൾ ഈസ് നോട്ട് എ പെർമനൻറ്റ് ഡൈപോൾ ആൻഡ് കീപ്സ് ഓസിലേറ്റിംഗ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ക്ലൗഡ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. The electric field generating from this imbalance of charge induces a dipole moment in neighboring atom in such a way that the atom gets attracted to it. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഡൈപോൾ മൊമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു, അങ്ങനെ അതൊരു ഡൈപോളായിട്ട് ഫോം ചെയ്യുന്നു, അത് നെയ്ബറിങ് ആറ്റവുമായിട്ട് അത് അട്രാക്റ്റ് ചെയ്യുന്നു. Similarly, the electric field of the second dipole produces another dipole by inducing dipole moment in the neighboring atom and so on. അങ്ങനെ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ക്രിസ്റ്റലായിട്ട് അതിനെ ഫോം ചെയ്യാൻ പറ്റും. ഒരു മോളിക്യൂള് ഇൻഡ്യൂസ് ഡൈപോളുമായിട്ട് അട്രാക്ട് ചെയ്തു, വീണ്ടും അടുത്ത് ഇൻഡ്യൂസ് ഡൈപോളുമായിട്ട് അട്രാക്ട് ചെയ്തു, ഇങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. കുറേ നോൺ പോളാറിനെ വെച്ചു, അത് പിന്നെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അതൊരു പോളാറായി മാറി, അത് തൊട്ടടുത്ത മോളിക്യൂളുമായിട്ട് അതും പോളാറായി ഇൻഡ്യൂസ്ഡ് ഡൈപോളായിട്ട് ബിഹേവ് ചെയ്തു. അങ്ങനെ അത് ഈ ഒരു പ്രോസസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യുവാണ്. ദിസ് ടൈപ്പ് ഓഫ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് ഡൈപോൾ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ, അങ്ങനെയാണ് പറയാൻ പറ്റുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ ഈസ് കോൾഡ് വാൻ ഡെർ വാൾസ് ബോണ്ട്. അപ്പോൾ അതിന് ആക്ച്വലി ഇത് വാൻ ഡെർ വാൾസ് ബോണ്ട് അല്ല, ലണ്ടൻ ബോണ്ടാണ്. വാൻ ഡെർ വാൾസ് ബോണ്ട് എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആകാം, നോൺ പോളർ ആവാം, ഡൈപോൾ ആവാം. വീക്ക് ഇൻട്രാക്ഷൻസിന് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് ലണ്ടൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്, വീക്ക് ഇൻട്രാക്ഷൻ. അതിനകത്ത് എന്താണെന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഇൻഡ്യൂസ് ഡൈപോൾ ഇൻട്രാക്ഷന് പ്രോസസ്സ് ഉണ്ടെന്ന് കണ്ടെത്തിയത് ലണ്ടനാണ്. അപ്പോൾ ദാറ്റ് ഈസ് വാൻ ഡെർ വാൾസ് ബോണ്ട് ഓർ ഡിസ്പെർഷൻ ബോണ്ട് എന്ന് പറയുന്നത്, ഡിസ്പെർഷൻ ബോണ്ട് ഓർ ലണ്ടൻ ബോണ്ട്. ദ വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ആർ വെരി വീക്ക് ഫോഴ്സസ്. At room temperature, the thermal energy acquired by atom or molecule is insufficient to make these forces ineffective. These molecular solids exist at a room temperature. Okay, these molecular solids നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ഒന്ന് അതിൻ്റെ തെർമൽ എനർജി, അപ്പോൾ അത് ടെമ്പറേച്ചർ ബിഹേവിയർ നമ്മൾ സ്റ്റഡി ചെയ്യണം. ദെൻ അടുത്തത് ഇൻ്റർ മോളിക്കുലർ ഫോഴ്സസ് വേണം. അറ്റ് ലോ ടെമ്പറേച്ചർ ഹവർ ദീസ് ഫോഴ്സസ് ഡോമിനേറ്റ് ഓവർ ദ thermal forces and play a significant role in the transformation of gaseous state to liquid or solid state. Okay, the energy released during the formation of van der Waals bond is of the order of 0.1 electron volt per bond only. വളരെ നെഗ്ലിജിബിൾ ആണ് ഈ ഇതിൻ്റെ ഫോർമേഷൻ ഓഫ് ബോണ്ട് എന്ന് പറയുന്നത്. 0.1 ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കൊഹസീവ് എനർജിയൊക്കെ നമ്മൾ കണ്ടതാണ്.
Hence, molecular solids are characterized by very low melting point and boiling point and low mechanical strength and easy deformability. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് these types of bonds are very low melting point, low boiling point അല്ലേ, ഈ നമ്മൾ കണ്ടായിരുന്നു. ലോ ബോയിലിംഗ് പോയിൻറ്റും അതിൻ്റെ ആറിനെ ഡിപ്പെൻഡ് ചെയ്യും. ആറ് വളരെ R⁻6 ആണ് വരുന്നത്, R⁻−6 അല്ലേ, ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അത് വളരെ ആ ഒരു പവറിൽ വരുന്നതുകൊണ്ട് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും അവിടെ കുറയുവാണ്. ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്, ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് ഈസി ഡീഫോമബിലിറ്റി. കാരണം ഇതിൻ്റെ ഡീഫോമേഷൻ നടക്കുന്നുണ്ട് അല്ലേ, മോളിക്യൂൾ ഇൻഡ്യൂസ്ഡ് ഡൈപോളാണ്, അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദീസ് സോളിഡ്സ് ആർ ഓൾസോ പുവർ കണ്ടക്ടേഴ്സ് ഇൻ ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്കറിയാം ദീസ് ആർ ഇൻസുലേറ്റേഴ്സ് ആണ് അല്ലേ. ഈ ഒരു ടൈപ്പ് മോളിക്യൂള് അല്ലെങ്കിൽ വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഇൻസുലേറ്റ് അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ എന്താണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. അത് കണ്ടക്ടിവിറ്റി കാണിക്കുന്നില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനകത്ത് ബൈൻഡിങ് എനർജി എന്താണ്, ഒരു ക്രിസ്റ്റൽസ് ഓഫ് ബൈൻഡിങ് എനർജി ഓഫ് ക്രിസ്റ്റൽസ് ഓഫ് ഇനേർട്ട് ഗ്യാസസ്. ഓക്കെ, അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ലണ്ടൻ ഇൻട്രാക്ഷനിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് അട്രാക്റ്റീവ് എനർജിയും റിപ്പൾസീവ് ഇൻട്രാക്ഷൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന എനർജിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് ഏതൊക്കെയാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. കൺസിഡർ എ മോളിക്കുലാർ ക്രിസ്റ്റൽ കണ്ടെയ്നിങ് എൻ ആറ്റം. ഞാൻ പറഞ്ഞു ഇതുപോലെ ഡൈപോൾ ഇൻട്രാക്ഷൻസ്, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻസ് വെച്ച് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസെ കമ്പൈൻ ചെയ്തൊരു ക്രിസ്റ്റലാക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു എൻ ആറ്റം ഉണ്ടെങ്കിൽ, if Uij represents the interaction energy between the atom of I and J of the crystal, then the cohesive energy of the ith atom is given by sum of all the എന്താണ് എനർജി, ഇൻറ്ററാക്ഷൻ എനർജി. ഓക്കെ, കോഹസീവ് എനർജി ഇസ് ഓഫ് ഒരു പർട്ടിക്കുലർ ആറ്റത്തിൻ്റെ എടുത്താൽ അതെന്ന് പറയുന്നത് എന്തിൻ്റെ ആയിരിക്കും, എല്ലാത്തിൻ്റെയും കൂടി ഇൻറ്ററാക്ഷൻ എനർജിയുടെ സം ആയിരിക്കും. The interaction energy Uij of the molecular crystal is due to two types of interaction. The interaction energy Uij എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഇൻട്രാക്ഷൻ എനർജി അവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് വാൻ ഡെർ വാൾസ് ഓർ ലണ്ടൻ ഇൻട്രാക്ഷൻ, ദാറ്റ് ഈസ് ദ അട്രാക്റ്റീവ് ഇൻട്രാക്ഷന്, ദെൻ റിപ്പൾസീവ് ഇൻട്രാക്ഷന്. അങ്ങനെ രണ്ട് ടൈപ്പ് ഇൻട്രാക്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അട്രാക്റ്റീവ് ഇൻട്രാക്ഷന് എൻ്റെ ആ ഒരു ഡെറിവേഷൻ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ലണ്ടൻ എന്തായിരിക്കും. ഇതിനകത്ത് രണ്ട് ടൈപ്പ്, ഒരു മോളിക്കുലാർ ക്രിസ്റ്റൽ ഓഫ് ഇനേർട്ട് ഗ്യാസിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് പോസിബിളാണ്, അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻസും റിപ്പൾസീവ് ഇൻട്രാക്ഷനും. അട്രാക്റ്റീവ് ഇൻട്രാക്ഷനാണ് നമ്മളിപ്പം കാണുന്ന വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻ. എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ. ഇതിങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസിലേക്ക് നമുക്ക് ഈ ഇൻട്രാക്ഷൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.